ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗർ ആന്റിയമ്മയോടും സുജാതയോടുമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ജയമോഹനെ ഞാനും ദേവ്ജിയും കൂടെ കാണാൻ പോകുന്നുണ്ടെന്ന് അറിയിക്കുമ്പോൾ പിന്നെ ദേവ്ജിയെ കുറ്റപ്പെടുത്തുകയാണ് ആന്റിയമ്മ. എന്തിനാണ് നീ ദേവ്ജിയെ എല്ലാത്തിനും കൂടെ കൂട്ടുന്നത്? നീ എന്നെ കുറ്റപ്പെടുത്തിയല്ലോ, ഞാനാണ് കാര്യങ്ങളെല്ലാം വഷളാക്കുന്നതെന്ന് പറഞ്ഞിട്ട്. എന്നാലേ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത് ആ ദേവ്ജിയെ. കൃഷ്ണനും കൺമണിക്കും വളം വെച്ച് കൊടുക്കുന്നതും അയാൾ തന്നെയാ. എന്നാൽ അതിന് തക്ക മറുപടി സാഗർ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നവരെല്ലാം ദേവ്ജിയെ മനസ്സിലാക്കാത്തവരാ എന്നിങ്ങനെ തിരിച്ചു പറയാണ്. അപ്പോഴേക്കും സുജാത, സാഗർ, ഞാൻ ഉറപ്പിച്ചു തന്നെ പറയുക, കൺമണി എന്റെ മരുമകളായിട്ട് വരുന്നതിൽ എനിക്ക് താല്പര്യമില്ല. സാഗർ അതിന് കാരണം ചോദിക്കുന്നുണ്ട് സുജാതയോട്, എന്തുകൊണ്ട് താല്പര്യമില്ല എന്ന്. അവളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നെഗറ്റീവ് നിനക്ക് പറയാമോ എന്ന് സുജാതയോട് ചോദിക്കുമ്പോൾ സുജാത ഒന്നും പറയാനാവാതെ തല താഴ്ത്തി നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. മാനസയും കൃഷ്ണനും തമ്മിലുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞു, ജയമോഹന് വാക്ക് കൊടുത്തു. അങ്ങനെയുള്ളതൊന്നും എനിക്ക് കേൾക്കണ്ട. കൺമണിക്കുള്ള കുറ്റം എന്താണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. സുജാത ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടിട്ട് സാഗർ പറയുന്നുണ്ട്, കണ്ടോ, തനിക്ക് പറയാനൊന്നുമില്ല. ഇനി കൺമണിയുടെ പോസിറ്റീവ്സിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരുപാടുണ്ട് പറയാൻ, ഇല്ലേ? എന്നാൽ ഇതിനിടയിൽ കയറി ആന്റിയമ്മ സാഗറിനെ തന്നെയാണ് പിന്നെയും വിമർശിക്കുന്നത്. ആന്റിയമ്മ പോയതിനു ശേഷം സാഗർ വീണ്ടും സുജാതയോടായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടത്തിലാണ് നമ്മൾ. ഇമോഷൻസ് അല്ല, യുക്തിപൂർവ്വമുള്ള ചിന്തയാണ് ഇപ്പോൾ വേണ്ടത്. കൃഷിന്റെ ജീവിതത്തിലെ കൃഷിന്റെ ആഗ്രഹങ്ങൾക്കാണോ അതോ നമ്മുടെ ആഗ്രഹങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാം കേട്ടിട്ടും സുജാത എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലെന്ന് വീണ്ടും പറയുമ്പോൾ, സമാധാനം കിട്ടാനേ ഒരു എളുപ്പമാർഗമുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നമ്മളൊന്ന് നോക്കിയാൽ മതി. വലിയ കോളിളക്കമൊക്കെ ഉണ്ടാക്കി വിവാഹിതരായവരല്ലേ നമ്മളും. ആ സമയത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടമാണോ അതോ വീട്ടുകാരുടെ ഇഷ്ടമാണോ നോക്കിയത്? സുജുവിന് അതിന് ഉത്തരവില്ല. സ്നേഹിക്കുന്ന മനസ്സുകളെ തമ്മിൽ പിരിക്കാൻ നമ്മൾ ഒരിക്കലും ഒരു കാരണം ആവരുതെന്ന് വീണ്ടും പറഞ്ഞു കൊടുക്കും. സുജാത ഇപ്പൊ പറയുന്നുണ്ട്, കൃഷിന്റെ കാര്യത്തിൽ സാഗർ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആ പക്ഷയിൽ നിന്ന് സാഗറിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. സുജാതയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് വിഷയമെന്ന്. എന്നാലും സാഗർ പറയും, ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും വിചാരിക്കണ്ട, ആദ്യം ഭക്ഷണം കഴിക്കുക. ഇനി തനിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കഴിപ്പിക്കാന്ന് പറഞ്ഞ് സുജാതയെ നിർബന്ധിച്ച് അവിടെ സീറ്റിൽ പിടിച്ചിരുത്തി സാഗർ തന്നെ ആഹാരം വാരി കൊടുക്കുകയാണ് സുജാതയ്ക്ക്. അതിനുശേഷം കാണിക്കുന്നത് കൺമണിയുടെ ആദ്യ രാത്രിയെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ് അമ്മായിമാര്. അല്ലെങ്കിലും പൊന്നുമേട് നല്ല തണുപ്പുള്ള സ്ഥലമാണ്, ഹണിമൂണൊക്കെ അവർ തകർക്കുകയായിരിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോഴേക്കും ശ്രീനിവാസൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കൺമണി നിങ്ങൾ ആരെങ്കിലും വിളിച്ചായിരുന്നു എന്ന്. ഇല്ലെന്ന് അമ്മായിമാര് മറുപടി കൊടുക്കുന്നുണ്ട്. ശ്രീനിയാണെങ്കിൽ അല്പം ടെൻഷനോടെ പറയുന്നുണ്ട്, പൊന്നുമേട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കാവുന്നതാണ് പറഞ്ഞിരുന്നത്. സാധാരണ ദൂരെ പോയാൽ അവൾ കൃത്യമായിട്ട് എന്നെ ഫോൺ ചെയ്യുന്നതാ. എന്നാൽ അമ്മായിമാര് ശ്രീനിവാസനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയും, ചിലപ്പോൾ ഏട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി വിളിക്കാത്തതായിരിക്കും. അവർ രണ്ടുപേരും പോയപ്പോ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എന്നാൽ അവളുടെ കാര്യങ്ങൾ അറിയാതെ എനിക്ക് സമാധാനമില്ലെന്നും ഞാൻ അവളെ വീണ്ടും വിളിച്ചു നോക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് ശ്രീനി വിളിച്ചു നോക്കുന്നുണ്ട് കൺമണിയെ. കൺമണിയാണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ട് സന്തോഷത്തോടു കൂടി തന്നെ. ശ്രീനി ചോദിക്കുന്നുണ്ട്, മോളെ നീ എവിടെയാ? യാത്രയൊക്കെ സുഖമായിരുന്നു? അവിടെ കേണൽ സാറിനൊക്കെ സുഖമല്ലേ? നിന്റെ ഫോൺ വരാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്, വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ അപ്പോൾ കൺമണി ശ്രീനിയോട് കാര്യങ്ങളെല്ലാം പറയും. ഞങ്ങൾ പൊന്നുമേട്ടിലേക്ക് പോയിട്ടില്ലെന്നും ഞങ്ങളിപ്പോൾ ദേവ് സാറിന്റെ വീട്ടിലാണുള്ളതെന്നും അറിയിക്കുന്നുണ്ട്. പൊന്നുമേട്ടിലേക്ക് പോകുന്ന വഴിക്ക് സാഗർ സാറിന്റെ കോള് വന്നു. സാഗർ സാറുമായിട്ട് സംസാരിച്ചു. സാഗർ സാറ് വളരെ അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. എന്നെക്കുറിച്ച് വലിയ മതിപ്പോടെയാണ് പറഞ്ഞത്. 2 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാവും, എങ്ങോട്ടും പോകണ്ട, തൽക്കാലം ദേവ് സാറിന്റെ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു. ശ്രീനിക്ക് ഇതെല്ലാം കേട്ട് സന്തോഷമാവുന്നുണ്ട്. അപ്പൊ കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് വരാൻ പോവുകയാണ് അല്ലേ മോളെയും ചോദിക്കുക. അങ്ങനെയാണ് തോന്നുന്നതെന്ന് കൺമണിയും പറയും. എന്തായാലും ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ടെന്നും ഇപ്പൊ ഈ അച്ഛന് ആശ്വാസമായി. എങ്കിൽ പിന്നെ ശരിയെന്ന് പറഞ്ഞ് ശ്രീനി കോള് കട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് ശ്രീനി അമ്മായിമാരോടും കൺമണി പൊന്നുമേട്ടിലേക്ക് പോയിട്ടില്ല, ദേവ് സാറിന്റെ വീട്ടിലാണുള്ളതെന്ന് അറിയിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ 2 ദിവസത്തിനകം ശരിയാകുമെന്നും കൂടെ അമ്മായിമാരോട് പറയുമ്പോൾ അവർക്കും അത് ഒരുപാട് സന്തോഷമാവുകയാണ്. ശേഷം സുലോചന ചോദിക്കുകയാണ് ശാന്തയോട്, അപ്പൊ ശാന്തേച്ചി, ആദ്യ രാത്രിയൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടാകുള്ളൂ അല്ലേ? അത് നേരാണെന്ന് പറയുന്നുണ്ട് ശാന്തയും. എന്നാലും ആദ്യ രാത്രി മാറ്റിവെച്ചത് ഇത്തിരി മോശമായിപ്പോയി എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന സുലോചനയോട്, അതെ, നമ്മുടെ ജീവിതത്തിലും ഇതുവരെ ആദ്യരാത്രി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ടേ അവളും പതുക്കെ ആദ്യരാത്രി ആഘോഷിച്ചാൽ മതി എന്നിങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട് ശാന്ത. അതിനുശേഷം കാണിക്കുന്നത് കൺമണിയെ പിന്നിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ കൃഷ്. കൺമണി എന്താ ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട്. അപ്പൊ കൃഷ് പറയും, എന്താണെന്നോ, നീയേ ഇപ്പൊ എന്റെ ഭാര്യ, എല്ലാവരും അറിഞ്ഞ് താലി കെട്ടും നടന്നു, അതുകൊണ്ട് നമ്മളിപ്പോ ഭാര്യയും ഭർത്താവുക. അങ്ങനെ നോക്കിയാലേ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. 1000 രാത്രികൾ വന്നാലും ആദ്യ രാത്രി ഒന്ന് മാത്രമാണെന്നാണല്ലോ പറയുന്നത്. വീട്ടുകാരുടെ മുമ്പില് നമ്മൾ നമ്മുടെ ഇഷ്ടം വിളിച്ചു പറഞ്ഞ് സിന്ദൂരം ചാർത്തിയ ദിവസം, ജീവിതത്തിലെ എന്നും ഓർക്കേണ്ട ദിവസം, ഈ രാത്രി അതുപോലെ എന്നും ഓർക്കേണ്ടതാക്കണം. വേണ്ടേ? കൃഷി ഇങ്ങനെയെല്ലാം പറഞ്ഞ് വരുതിയിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൺമണി പിടികൊടുക്കുന്നില്ല. കൺമണി അങ്ങോട്ട് പറയുന്നുണ്ട്, ആദ്യ പകല് നമ്മൾ ഗംഭീരമാക്കിയില്ലേ, അപ്പൊ പിന്നെ ആദ്യ രാത്രി സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതുമല്ല,
എത്രയോ രാത്രികള് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഓഫീസില്, വീട്ടില്, കാട്ടില്, അവിടെയൊക്കെ നമ്മൾ രാത്രികൾ ഒരുമിച്ച് ചെലവഴിച്ചതല്ലേ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ക്രിഷ് ആണെങ്കിലും ആ ദിവസങ്ങളെ പറ്റിയൊക്കെ ഓർത്ത് പോകുന്നുണ്ട്. എന്നിട്ട് കൺമണിയോട് ചോദിക്കും, അതൊക്കെ വെറും രാത്രികളല്ലേ. പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ കൺമണി. കൺമണി എന്തോ പറയാൻ തുടങ്ങുന്നുണ്ട്. അതിനുവേണ്ടി സാറെന്ന് വിളിക്കുമ്പോൾ ക്രിഷ് കൺമണിയെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ സാറെന്നുള്ള വിളി ഇനിയെങ്കിലും നിർത്ത് കൺമണി. എന്ത് ബോറാണെന്നറിയോ. ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞു നമ്മളിപ്പോ, എന്നിട്ടാണ് ഇപ്പൊ സാറ്. എന്നാൽ കൺമണി പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ സാറെന്ന് വിളിക്കാനാ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഭിസംബോധനയാണ് ഈ സാർ വിളി. അത് വിളിക്കുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക സന്തോഷം കിട്ടും. എന്റെ സാറെന്നൊക്കെ എനിക്ക് അഭിമാനത്തോടെ വിളിക്കാം. എന്റെ മരണം വരെ ഞാൻ സാർ വിളി മാറ്റാനും പോകുന്നില്ല. കൃഷ്ണൻ അത് കേൾക്കുമ്പോൾ മുഖം വാടുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന കൺമണി, ഇനിയിപ്പോ വിളിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വിളിക്കാം. എടാ ക്രിഷ്, അങ്ങനെ വിളിച്ചാൽ മതിയോ? എന്നാൽ ഇത് പറഞ്ഞു തീർന്നതും മുകളിൽ നിന്ന് മറ്റൊരു വിളി വരികയാണ്. എടാ കൃഷ് എന്ന് പറഞ്ഞ് ദേവ്ജി വിളിക്കുകയാണ് കൃഷിനെ. കൃഷും കൺമണിയും ചുറ്റിനും നോക്കുന്നുണ്ട് ഇതാരാണ് വിളിച്ചതെന്ന് ഓർത്തിട്ട്. അപ്പൊ ദേവ്ജി എന്നെ മുകളിൽ നിന്നുകൊണ്ട് പറയും, എടാ ഇത് ഞാൻ തന്നെയാ വിളിച്ചത്. നിനക്ക് വരാറായില്ലേ? ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് ഉറങ്ങാറായില്ലേന്ന്. കൃഷാണെങ്കിൽ ദേഷ്യം കടിച്ചു പിടിച്ച് ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് തന്നെ മറുപടി കൊടുക്കും. അതോടൊപ്പം കൺമണിയോട് കല്യാണം കഴിഞ്ഞാലും സമാധാനം തരില്ല എന്ന് വെച്ചാ എന്നിങ്ങനെ ദേവ്ജിയെ കുറിച്ച് പിറുപിറുക്കുമ്പോൾ കൺമണിയും കൃഷ്ണനെ കളിയാക്കിക്കൊണ്ട്, ദേവ് സാറ് പറഞ്ഞത് കേട്ടില്ലേ, ഉറങ്ങാൻ പൊക്കും. കൃഷ് അപ്പൊ നമുക്ക് ഒരേ റൂമിൽ ഉറങ്ങണം എന്നുള്ള ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. കൺമണി അതിനൊന്നും സമ്മതിക്കുന്നില്ല. അപ്പൊ കൃഷ് മറ്റൊരു ഐഡിയ പറയുകയാണ്, നമുക്കിന്ന് രാത്രി ഉറങ്ങാതെ വരാന്തയിൽ ചെന്ന് മാനം നോക്കി നിൽക്കാം. നേരം വെളുക്കുന്നത് വരെ നിൽക്കാം. പുറത്ത് നല്ല നിലാവാ. ഇവിടെ നിലാവ് പോലെ നീയെന്ന് പറഞ്ഞ് കൺമണിയെ ഉമ്മ വയ്ക്കാനും തുടങ്ങുന്നുണ്ട്. കൃഷിന്റെ അടവുകളൊക്കെ കൺമണിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കാൻ നോക്കല്ലേ എന്ന് കൺമണി തിരിച്ച് പറയുമ്പോഴേക്കും, ഞാൻ സത്യം പറഞ്ഞതാ കൺമണി, നീ നിലാവ് പോലെ തന്നെയാ. എന്നാൽ താൻ നിലാവല്ല അമാവാസി എന്നാണ് കൺമണിയെ പറ്റി പറയുന്നത്. അത് കേട്ട് കൃഷി ചിരിക്കുന്നുണ്ട്. തുടർന്ന് കൺമണി പറയും, അഥവാ ഞാൻ നിലാവാണെങ്കിലേ അത് ഈ ചന്ദ്രന്റെ വെളിച്ചം കൊണ്ടാ. അതായത് ഞാൻ നിലാവാണെങ്കിൽ സാറ് ചന്ദ്രനാണെന്ന്. കൃഷിനും അത് കേട്ട് സന്തോഷമാവുന്നു. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് അറിയാൻ ചോദിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ കേൾക്കാൻ കിടക്കുന്നു എന്നാണ് കൺമണിയുടെ മറുപടി. ഇതുപോലത്തെ 2-3 ഡയലോഗ് കൂടെ പറയാമെന്ന് കൃഷി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ദേവ്ജി അങ്ങോട്ട് വന്നിട്ട്, ഡയലോഗ് ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. കൃഷും കൺമണി ആകെ വരണ്ടു പോന്നു. ദേവ്ജി പുതപ്പും തലയിണയുമായിട്ടൊക്കെ വന്നിരിക്കുന്നത് കണ്ടിട്ട് കൃഷി ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാണെന്ന്. അത് പിന്നെ കൃഷി നിലാവ് കണ്ട് നേരം വെളുപ്പിക്കാന്ന് പറഞ്ഞല്ലോ, അതിനാണെന്ന് പറയുമ്പോ, ദേവ് സാറേ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ സംസാരിക്കില്ലേ. അപ്പൊ ദേവ്ജി പറയും, ചീത്തപ്പേര് കേൾക്കാതിരിക്കണമെങ്കിലേ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് കൺമണിയോട് വേഗം റൂമിലേക്ക് ചെല്ലാൻ പറയുകയാണ് ദേവ്ജി. കൃഷിന് നല്ല ദേഷ്യമാവുന്നുണ്ട്. ദേവ്ജിയോട് തുറന്നു തന്നെ പറയുന്നുണ്ട്, ഹിറ്റ്ലർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലേ സാറിന്റെ അടുത്തുനിന്ന് ശിക്ഷപ്പെട്ടേന്. സാർ അങ്ങേരെക്കാലം സാഡിസ്റ്റാ. അതും കൂടെ കേൾക്കുമ്പോഴേക്കും ദേവ്ജിക്കും കലി വരുന്നുണ്ട്. താൻ കൊണ്ടുവന്ന ബെഡും തലേണയൊക്കെ കൃഷിന്റെ മേലേക്ക് എറിഞ്ഞിട്ട്, നീ അവിടെ എങ്ങാനും പോയി നിലാവ് കൊണ്ടോളാൻ പറഞ്ഞ് ദേവ്ജിയുടെ പാടം നോക്കി പോവാണ്. എന്റെ ആദ്യ രാത്രി നശിപ്പിച്ചല്ലോ എന്ന് സ്വയം പിറുപിറുത്തുകൊണ്ട് കൃഷി നിരാശയോടെ നിൽക്കും. ശേഷം മാനസയെ ആന്റിയമ്മ വിളിക്കുകയാണ്. മാനസ വിഷമത്തിലാണെന്ന് മനസ്സിലാക്കുന്ന ആന്റിയമ്മ, ആ കൃഷി ഇങ്ങനെയൊക്കെ ചാടി കയറി തീരുമാനം എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല മോളെ എന്നൊക്കെ പറയുമ്പോഴേക്കും, അതൊക്കെ ഞാൻ കരുതിയിരുന്നു ആന്റിയമ്മേ. ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് വ്യക്തമായിരുന്നു. എന്നാലും ആഗ്രഹങ്ങള് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുമല്ലോ, അങ്ങനെയാ ഞാൻ അവരൊന്ന് ചെയ്തു കൂട്ടിയത്. ആന്റിയമ്മ മാനസയോട് പ്രതീക്ഷകളൊന്നും നീ കൈവിട്ട് കളയേണ്ടെന്ന് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ആന്റിയമ്മയോടൊന്ന് ചുമ്മാതിരിക്കാൻ പറയുകയാണ് മാനസ. പ്രതീക്ഷ കൈവിടരുത് പോലും. ഞാനെന്താ LKG കുട്ടിയാണെന്ന് കരുതിയോ? ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കാൻ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയാണ് അവൻ അവളെയും കൊണ്ട് പോയത്. താലിയും കെട്ടി സിന്ദൂരവും ഇട്ടു. ഇനി അവളിപ്പോ ഗർഭിണിയാണോന്ന് പോലും ആർക്കറിയാം. എന്നിട്ടും പറയുന്നു എന്നോട് പ്രതീക്ഷ കൈവിടണ്ടാന്ന്. അങ്ങനെ മരിക്കുന്നത് വരെ അവനെയും പ്രതീക്ഷിച്ചിരിക്കാൻ എന്റെ തലയ്ക്ക് ഓളമൊന്നുമില്ല. അവനാര്, വലിയ ദേവേന്ദ്രനോ? ഒരു ചീള് കൃഷ്. അവനും അവന്റെ ഒരു കൺമണിയും. അവര് ജീവിക്കട്ടെ. മാനസയുടെ വാക്കുകളെല്ലാം കേട്ട് ആന്റിയമ്മയ്ക്കും വിഷമമാകുന്നുണ്ട്. അതോടൊപ്പം ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ നിന്റെ പ്ലാൻ എന്താ, അടുത്ത പ്ലാൻ എന്താണെന്ന്. അപ്പൊ മാനസ് പറയും, ചാകാൻ പറ്റില്ലല്ലോ ആന്റിയമ്മ, എനിക്ക് ജനിച്ചു പോയില്ലേ, ജീവിച്ചല്ലേ പറ്റൂ. സത്യത്തിൽ ആദ്യം കരുതിയത് ജീവനങ്ങ് കൊടുക്കാന്ന്. പിന്നെ തോന്നി അവരെക്കാൾ മുകളിൽ അന്തസ്സായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതികാരമെന്ന്. സത്യം പറഞ്ഞ കൃഷിനെയും വിവാഹം ചെയ്ത് ആന്റിയമ്മയോടും ആന്റിയോടും അങ്കിളിനോടും ഒത്ത് അവിടെ സന്തോഷമുള്ള ഒരു ജീവിതം, അതൊരു സ്വപ്നമായിരുന്നു എന്റെ വീടിനേക്കാളും എനിക്ക് ബന്ധം ആ വീടുമായിട്ടാണല്ലോ ആന്റിയമ്മേ. പെട്ടെന്ന് അങ്ങനെ വിട്ടുപോകാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ തന്നെ വന്നാൽ കൊള്ളാവുന്നുണ്ട്. കൃഷിനെ വേണ്ട, കൃഷി പോട്ടെ, അവിടുത്തെ ഒരാളായിട്ട് വെറുതെ ജീവിച്ചാലും മതി. മറ്റാരെയെങ്കിലും വിവാഹം ചെയ്തിട്ട് അവിടെ താമസിച്ചാലും കുഴപ്പമില്ല. ആന്റിയമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. മാനസയോട് നീ ഇപ്പൊ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോ, അല്ല, ആ വീടെന്റെ മനസ്സിലേക്ക് അത്രത്തോളം കേറിപ്പോയെന്ന് ഞാൻ പറയുകയായിരുന്നു ആന്റിയമ്മേ. അതിൽ നിന്നും ആന്റിയമ്മയ്ക്ക് എന്തോ മനസ്സിലാവുന്നുണ്ട്. പിന്നീട് മാനസ ബലരാമനെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങാണ്. ബലരാമൻ നാളെ വരുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോ, ഉണ്ട്. അതാ സത്യത്തിൽ ഞാനിപ്പോ ആലോചിച്ചത് ബലരാമനെ കുറിച്ച് തന്നെയാ. അവൻ ഇങ്ങോട്ട് വരുന്നതിൽ എനിക്കത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പൊ തോന്നുന്നു
അവൻ വരികയും പ്രതീക്ഷിക്കുന്നത് പോലെ സാഗറിന്റെ മൂത്ത മകനാണെന്ന് തെളിയുകയും ചെയ്താൽ നിനക്ക് ഈ വീട്ടിലേക്ക് വരാനുള്ള വഴി തെളിയും മോളെ. മാനസ അപ്പൊ ഒന്നും അറിയാത്ത പോലെ അതെങ്ങനെ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഏത് രീതിയിലായാലും ഈ വീട്ടിൽ നിനക്ക് എത്തിയാൽ മതിയെന്ന് പറയുന്നുണ്ട് മാനസ ധരിച്ച്. കാരണം എന്റെ ഭർത്താവിന്റെ വീടായി ഞാൻ ആ വീട് സങ്കല്പിച്ചു പോയി ആന്റിയമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാവുന്നു. ശരി, നാളെ തന്നെ ബലരാമൻ ഇങ്ങനെ എത്തിക്കോട്ടെ. എന്തൊക്കെയാ സംഭവിക്കാന്ന് ഞാനൊന്ന് നോക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം. ശരിയെന്ന് സമ്മതിച്ച് മാനസ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആന്റിയമ്മയും ബലരാമനെ കൊണ്ട് മാനസയെ കല്യാണം കഴിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെ നിൽക്കുകയാണ്. എടാ കൃഷേ, ഞാൻ നിന്റെ വീട്ടിൽ വരും. നിന്റെ ഭാര്യയാകേണ്ടിയിരുന്ന ഞാൻ നിന്റെ ഏട്ടത്തിയമ്മയായിട്ട് അവിടെ എത്തും. നിന്നെയും കൺമണിയെയും ആ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കും ഞാൻ. നീയും അവളും ആഹാരത്തിന് ഗതിയില്ലാതെ റോഡിൽ അലയുന്നത് ഞാൻ കാണും. ഒരുങ്ങിയിരുന്നു അതിനുവേണ്ടി എന്നൊക്കെയാണ് പ്രതികാരത്തോടെ മനസ്സിൽ ചിന്തിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി ഏറെയായി. കൺമണി ഉറക്കത്തിന്റെ ഇടയിൽ കുറച്ച് വെള്ളം കുടിക്കാനെന്നോണം താഴേക്ക് വരുന്നതും കൃഷ് അപ്പോഴും ഉറങ്ങാതെ നിൽക്കുകയാണ്. കൺമണിയെ വിളിക്കുകയാണ്. കൺമണി ആകെ അന്തിച്ചു പോകുന്നു. കൃഷി ഇതുവരെ ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ സമയം എത്രയായെന്നറിയോ, എന്താ ഉറങ്ങാത്തതെന്നൊക്കെ കൺമണി ചോദിക്കുന്നുണ്ട്. അപ്പൊ കൃഷി പറയും, കൺമണി ഇവിടെ വെള്ളം കുടിക്കാൻ വരുമെന്ന് എനിക്ക് മുമ്പേ അറിയാമായിരുന്നു. അതുകൊണ്ട് നിന്റെ വരവും പ്രതീക്ഷിച്ച് ഞാൻ ഉറങ്ങാതെ കാത്തു നിൽക്കുകയായിരുന്നു. ഇത് കേട്ട് കൺമണിയാണെങ്കിലും എന്താ സാർ ഇതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കൃഷി പറയും, എനിക്ക് നിന്നെ കാണാതെ ഉറങ്ങാൻ പറ്റില്ല കൺമണി. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിന്നെ. കിടന്നിട്ട് ഉറക്കം വന്നില്ല, പിന്നെ വെള്ളം കുടിക്കാൻ വന്ന ഒന്ന് കാണാന്ന് കരുതി. കൺമണി അതേസമയം ചോദിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ വെള്ളം കുടിക്കാൻ വന്നില്ലായിരുന്നെങ്കിലോ എന്ന്. കൃഷി പറയും, എങ്കിൽ ഞാൻ നേരം വെളുക്കുന്നത് വരെ നിൽക്കുമായിരുന്നു. എന്തായാലും അതുകൂടെ കേൾക്കുമ്പോഴത്തേക്കും കൺമണിക്ക് ആകെ സങ്കടാവുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ഓടി വന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയും, എന്നെ ഒന്ന് കാണാൻ വേണ്ടി ഉറങ്ങാതെ കാത്തു നിൽക്കുക. വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാറിനോട് പാവം തോന്നുകയാണ് എനിക്ക്. എന്നോട് ഒരു ദേഷ്യവും തോന്നല്ലേ. സാറിന്റെ സ്നേഹം മനസ്സിലാക്കാതെ സാറിനെ ഞാൻ ഒരുപാട് കളിയാക്കി. ഇതും പറഞ്ഞ് കൺമണി കുറ്റബോധത്തോടെ നിൽക്കുമ്പോൾ, നിന്റെ കളിയാക്കലും എനിക്ക് ഇഷ്ടമാണ് കൺമണി. സത്യം പറയാലോ, എന്റെ മനസ്സിലെപ്പോഴും നമ്മുടെ ഭാവി ജീവിതത്തിനെ പറ്റിയുള്ള ചിന്തകളാ. വിവാഹം കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഒരു യാത്ര ചെയ്യണം. ദൂരെ എങ്ങോട്ടെങ്കിലും പോവാം. സമാധാനത്തോടെ നമ്മളെ രണ്ടുപേരും മാത്രമായിട്ട് വല്ല യൂറോപ്പിലേക്കോ അങ്ങനെ എവിടേക്കെങ്കിലും നമുക്ക് പോകാം. നല്ല സ്റ്റൈലായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് തിന്നും കുടിച്ചും ഒക്കെ അങ്ങ് കറങ്ങി നടക്കണം. ഇതൊക്കെ കേട്ട് കൺമണിയും തിരിച്ചു പറയുന്നുണ്ട്. സത്യം പറഞ്ഞ സാർ ഈ പറയുന്നതെല്ലാം കേട്ടപ്പോ എപ്പോഴേ അവിടെ എത്തിയ പോലെ ഒരു ഫീലാ തോന്നുന്നത്. ഞാനെന്ന് പറഞ്ഞില്ലേ, സാറിന്റെ കൂടെ ഏത് സ്ഥലവും എനിക്ക് സ്വർഗം പോലെ തന്നെയാണെന്ന്. സാർ ഇവിടെ നിന്നത് യൂറോപ്പാണെന്ന് പറഞ്ഞാലും എനിക്കിത് യൂറോപ്പ് തന്നെയായിരിക്കും. അതേസമയം കൃഷി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ഹണിമൂൺ ദിവസങ്ങളല്ലേ, ഒരു മുത്തുകവൊക്കെ ആയാലോ? നമ്മളിപ്പോ യൂറോപ്പിലെത്തിയല്ലോ, അപ്പൊ മുത്തുകവ് തരാൻ കൃഷി അങ്ങനെ മടിച്ച് അത് പറഞ്ഞൊപ്പിക്കുമ്പോ അങ്ങനെ കൃഷിന്റെ ആഗ്രഹം മനസ്സിലാക്കി കൺമണി കൃഷിന്റെ ഒരു മുത്തുകവ് സമ്മാനിക്കാൻ തുടങ്ങുന്നതും പെട്ടെന്നാണ് ദേവ്ജിയുടെ സൗണ്ട് വരുന്നത്. ദേവ്ജി അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ്, നിനക്ക് ഞാൻ മുത്തുകവ് തന്നാ മതിയോ? ഞാൻ മുത്തുകവ് തന്നാലേ പിന്നെ നീ ഒരിക്കലും മുത്തുകവ് വേണമെന്ന് പറയില്ല. എന്തായാലും ദേവ്ജി എല്ലാം അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ കൃഷ്ണനും കൺമണിക്ക് ആകെ പേടിയാവുന്നുണ്ട്. കൃഷി വേഗം തന്നെ നൈസായിട്ട് ഒരു ഉമ്മ കൺമണിക്ക് കൊടുത്തിട്ട് വേഗം റൂമിലേക്ക് കയറി കഥ കടക്കുകയാണ്. കൺമണിക്കും അത് കണ്ട് ചിരി വരുന്നു.